Yes, we are live. Hi everyone. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രേഷു ഷിൻഡയുമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഹായ്. സോ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻ കേസ് എന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം ആനീസ് മഞ്ജു. ഐ എം ദ പേഴ്സൺ ബിഹൈൻഡ് ദിസ് പേജ്. ആൻഡ് ഞാൻ ഇന്ന് മോൺട്രിയൽ, ഞാൻ താമസിക്കുന്നത് മോൺട്രിയലിലാണ്. 25 years ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്. അതോടൊപ്പം ഞാൻ ഒരു ഡിജിറ്റൽ ബിസിനസ് മെന്റർ കൂടിയാണ്. സോ നമുക്ക് ഇനി രേഷുവിന്റെ അടുത്തുനിന്ന് കേൾക്കാം. രേഷു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? പിന്നെന്താണ്, എന്റെ പേര് രേഷ്മ. ആനി പറഞ്ഞു രേഷ്മയാണെന്ന്, അതുകൊണ്ട് അതിൽ കൂടുതൽ സംശയമൊന്നുമില്ല. രേഷ്മ എന്നാണ് എന്റെ പേര്. ഞാനിവിടെ കാനഡയിൽ എത്തിയിട്ട് 5 വർഷമായി. ഹസ്ബൻഡും 5 വയസ്സുള്ള ഒരു മകനുമായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. ഞാനൊരു എക്സ് ബിം ടെക്നീഷ്യൻ ആണ്. ഇപ്പോ കറന്റ്ലി ഞാൻ പ്രൗഡ് ബിസിനസ് ഓണറാണ്, ഫുൾ ടൈം ബിസിനസ് ഓണറാണ്, ഹോം മേക്കർ ആണ്, അങ്ങനെ എല്ലാം ആണ്. അത്രേ ഉള്ളൂ, എന്നെ പറ്റി പറയാൻ ഇത്രേ ഉള്ളൂ. താങ്ക് യു ആനി. Thank you so much, Reshu. Thank you so much for coming into my page also. Thank you and so now, Shinda, can you just introduce yourself, Shinda? Yes, I am Shinda. ഞാൻ കാനഡയിലാണ്. ഇപ്പം ഇപ്പോൾ ഉള്ളത് ലണ്ടൻ ഒണ്ടാരിയോയിലാണ്. അവിടെ കാനഡയിൽ വന്നിട്ട് ഇപ്പം 10 വർഷമായി. ഹസ്ബൻഡും 4 കുട്ടികളുമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഞാനൊരു ഫുൾ ടൈം RN ആണ്. ജോലിയുടെ ഇടയ്ക്ക് ഒരു സൈഡ് സ്ട്രീം ആയിട്ട് ബിസിനസ് ചെയ്യുന്നു ഇപ്പോൾ. Okay, thank you so much, Shinda. Thank you and welcome to my page. Thank you. സോ എൻ്റെ ഈ സീരീസിന്റെ പേര് സിപ്പ് ആൻഡ് ഷൈൻ സീരീസ് എന്നാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇന്ന് അതുകൊണ്ട് ഒരു കോഫി അല്ലെങ്കിൽ വാട്ടർ. ചിയേഴ്സ് എവരിവൺ. Okay, so that's a series name. Oh yes, there you go. That's the power of our water, especially ipa ee summer time le. Yeah, it's having a glass of water is very good. Get hydrated. Yes, that's also the good thing. We thinking നമ്മള് നമ്മുടെ ഹെൽത്തിനെയും കൂടെ കൂടി നോക്കിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് അല്ലേ? Alright. So ഇന്ന് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് വാസ് ദ മൊമെന്റ് ഓർ റീസൺ ദാറ്റ് യു മെയ്ഡ് ടു സേ യെസ് ടു സ്റ്റാർട്ടിങ് ദിസ് ബിസിനസ്? അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇവിടെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും ഒരു സൈഡ് ഇൻകം വേണം. പക്ഷേ എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ മദർ ഇൻ ലോ ഉണ്ടായിരുന്നു, എൻ്റെ മോള് കുഞ്ഞായിരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട് സൈഡ് ടു ഡു ദിസ് വർക്ക്, എനി വർക്ക്. സോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി. പക്ഷെ ഞാൻ ഒന്നും തന്നെ കണ്ടില്ല. പക്ഷേ കുറെ നാൾ ഞാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസിനെ പറ്റി കാണാനുള്ള ഇടയായത്. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടപ്പോ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം, എനിക്ക് പുറത്തേക്ക് പോകണ്ട, എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഈ ബിസിനസ് വീട്ടിലിരുന്ന് ഫുൾ ടൈം എൻ്റെ അക്കൗണ്ടിങ് ജോലി സൈഡിൽ വർക്ക് ചെയ്യും. ഞാൻ എൻ്റെ ബിസിനസ് മറ്റൊരു സൈഡിൽ എൻ്റെ പോക്കറ്റ് ടൈമിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബിസിനസ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ സോ ഇറ്റ് ഈസ് എ ഗുഡ് ബിസിനസ് ദാറ്റ് ഐ സീ. സോ അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഇത് ലെജിറ്റിമേറ്റ് ആയിട്ട് ടാക്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇത് ഞാൻ കാണാനിടയായത് ഞാൻ ഓൺലൈനിൽ കൂടെ തന്നെയാണ്. ഇത് ഞങ്ങളുടെ ഒരു അട്രാക്റ്റീവ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ വഴിയായിട്ടാണ് ഞാൻ സ്ക്രോൾ ചെയ്തിരുന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണാനിടയായത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് ലെജിറ്റിമേറ്റ് ആയിട്ട് ടാക്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. സോ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഞാൻ റിസർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്തത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്, there was amazingly so much benefit I got it from this business beside the financial freedom. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു
പുതിയൊരാൾ എന്നിലുള്ള കഴിവുകൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റി ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ലൈവിൽ വന്നിട്ട് സംസാരിക്കുന്ന ആളൊന്നും അല്ല. സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഒരു പോസ്റ്റ് ഇടുക അതും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പോസിറ്റിവിറ്റി, ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൽ നമുക്കൊക്കെ പോസിറ്റിവിറ്റി വളരെ കുറവാണ് അല്ലെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഇത് കിട്ടുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. ലോട്ട് ഓഫ് പീപ്പിൾ ഹെൽപ്പിങ് അസ്, സപ്പോർട്ടിങ് അസ്. നമ്മുടെ ഗ്രോത്തും അവര് എൻജോയ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് അവർ ആഘോഷിക്കുകയാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ബിസിനസിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ബിസിനസ്സിലേക്ക് ഇങ്ങനെയാണ് വന്നത്. ഇനി നമുക്ക് രേഷു എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നതും രേഷുവിന് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ്സ് എന്താണെന്നും എന്തെല്ലാം ചേഞ്ചസ് വന്നു എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ രേഷു? പിന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എങ്ങനെ വന്നു എന്ന് പറയുന്ന ആദ്യം പറയാം. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് ഇങ്ങനെ എക്സ് ബീം ടെക്നീഷ്യൻ ആണെന്ന്. അത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാനഡയിൽ എത്തിയ കാര്യം പറയണം. ഞാൻ ഹസ്ബൻഡിനോട് ജസ്റ്റ് ഒരു കാനഡ വിസിറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ള രീതിയിൽ വന്ന ഒരാളായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് ഇവിടെ നിൽക്കാം എന്നുള്ള ആ സമയത്ത് ഞാൻ വന്നത് 5 വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. 2020 ആ സമയം നമ്മുടെ കോവിഡ് ടൈമാണ്. പോകാൻ പറ്റാതെ ലോക്കായി ഇവിടെ നിൽക്കുക. 2 വർഷം ഇവിടെ ആയിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ, ഇത് ഹസ്ബൻഡിനോട് നിൽക്കുന്നതല്ലേ, നന്നായി ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള പ്ലാനിൽ ഇവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളായിരുന്നു. അപ്പൊ ഞാൻ ജോലി എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ജോലിയൊക്കെ തപ്പാൻ തുടങ്ങി. പക്ഷെ ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു PG കോഴ്സ് ചെയ്തു. അത് കംപ്ലീറ്റ് ആയി. അങ്ങനെ ജോബ് സെറ്റായി. ജോബിന് പോയി തുടങ്ങിയപ്പോൾ 9 to 5 എനിക്ക് സെറ്റ് ആവില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുകയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോന് ഒരാളേ ഉള്ളൂ. അപ്പൊ ആള് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും പിക്ക് ചെയ്യാൻ ആരുമില്ല, കൊണ്ടാക്കാൻ ആരുമില്ല. എല്ലാവരും ഹർബറിയിലായി. ഹസ്ബൻഡും അതെ, ഞാനും അതെ. അപ്പൊ മോന് അസുഖങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ മോന് വേണ്ടിയിട്ട് എനിക്ക് 2 ദിവസം ലീവ് എടുക്കേണ്ടി വരും. അത് 3 ആയി 4 ആയി. അങ്ങനെ ഒരാഴ്ച എനിക്ക് കണ്ടിന്യൂസ് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും ഞാൻ ആലോചിക്കായിരുന്നു ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കത് മോന്റെ കൂടെ നിൽക്കായിരുന്നല്ലോ. അവന്റെ ആ ഒരു അത്രയും വയ്യാണ്ട് നിന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഓഫീസിൽ പോയേ പറ്റുള്ളൂ. ഞാൻ കയറിയിട്ടേ ഉള്ളൂ ഓഫീസിൽ. അപ്പൊ എനിക്കത് അതും പറ്റില്ല ഇതും പറ്റില്ല. അങ്ങനെ ഞാൻ എന്തായാലും മോനെ ശ്രദ്ധിക്കാൻ ഹസ്ബൻഡ് 2 ദിവസം ലീവ് എടുത്തു. ഞാൻ 3 ദിവസം ലീവ് എടുത്തു. അങ്ങനെയാണ് മോനെ അന്ന് നോക്കിയത്. അങ്ങനെ എന്നിട്ടും ഞാൻ അടുത്ത ഓഫീസിൽ പോയി ജോബ് ചെയ്യുമായിരുന്നു. ചെയ്ത് ഒരു 6-7 മാസം, അങ്ങനെ ഒരു 5-6 മാസം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മോന് വലിയ സീനാവാൻ തുടങ്ങി. ആള് ഭയങ്കര ഹെൽത്ത് വൈസ് ആള് ഭയങ്കര ഡൗൺ ആവാൻ തുടങ്ങി. ആള് ആരോടും മിണ്ടുന്നില്ല. കാരണം അവന് മിണ്ടാൻ ഒട്ടും ടൈമില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ അവൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് തളർന്നുറങ്ങുമായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങളെ ശ്രദ്ധിക്കാനുള്ള ടൈമില്ല. പിറ്റേത് രാവിലെ ഞാൻ എണീറ്റ് ഓഫീസിൽ പോകും. അപ്പൊ എന്നെ കാണുന്ന ടൈം കുറഞ്ഞു. ആകെ സാറ്റർഡേ സൺഡേസിൽ മാത്രമായി ഞങ്ങളുടെ ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമാവാൻ തുടങ്ങി. കാരണം മോന്റെ ആ മൈൽ സ്റ്റോൺസ് ഒന്നും അവന് സ്കൂളിൽ പോയിട്ട് അവന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് അവൻ പാരന്റ്സിനെ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവൈലബിൾ അല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങള് ക്ഷീണമായത് കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ, മോനും രാവിലെ പോണ്ടേ ഉറങ്ങാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടങ്ങ് പോകും. അപ്പൊ അത് കാരണം അതൊരു ഭയങ്കര ഹെക്റ്റിക് ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു അന്നേരം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിത് പറ്റില്ല, മോന് വേണ്ടി ലീവ് എടുക്കാം എന്നുള്ള തോട്ടിലിരിക്കുമ്പോഴാണ് എനിക്കും പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ എനിക്ക് 2 മണിക്കൂറുണ്ട് അങ്ങോട്ട് ഓഫീസിൽ പോകാനും തിരിച്ചു വരാനും. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഹെക്റ്റിക്കായി, ഒത്തിരി വർക്ക് റിലേറ്റഡ് സ്ട്രെസ് കൂടി. അങ്ങനെ എനിക്ക് അസുഖങ്ങളായി. ഞാൻ എപ്പോഴും ഹോസ്പിറ്റൽ അങ്ങനെയുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാലോ, നമുക്കൊരു കോർപ്പറേറ്റ് ജോബ് ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഇൻ പേഴ്സൺ അവൈലബിൾ ആവേണ്ട ഒരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് പറഞ്ഞ് എല്ലാ ദിവസവും പോകുമ്പോഴത്തേക്ക് അവർക്കും അതൊരു ഇതാവുമല്ലോ. ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചില്ല വീട്ടിൽ ഇരിക്കുന്ന തന്നെ ആയിരിക്കും നല്ലത്. മോന്റെ കാര്യം നോക്കാം, എനിക്ക് എന്റെ സ്വന്തം കാര്യം നമ്മൾ നോക്കണമല്ലോ. സെൽഫ് ലവ് നമുക്ക് വേണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, ഓക്കെ, ഫാമിലി നോക്കിയിരിക്കുന്ന തന്നെ അതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരു പണ്ട് മുതൽ ചെയ്യുന്നതല്ല, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് വിചാരിച്ച് വീട്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിലിരിക്കാൻ തുടങ്ങി. പക്ഷെ അച്ഛനും ഹസ്ബൻഡും മോൻ സ്കൂളിലും ഹസ്ബൻഡ് ഓഫീസിലും പോയി തുടങ്ങിയപ്പോൾ എനിക്കൊരു 5 മണിക്കൂറൊക്കെ ദിവസവും കിട്ടാൻ തുടങ്ങി. അന്നേരം ഞാൻ ഒറ്റയ്ക്ക് പിന്നെയും ചിന്തിക്കാൻ തുടങ്ങി, അയ്യോ ഞാൻ എന്ത് ചെയ്യണം, പഠിച്ചതാണ്, ഒന്നും ചെയ്യുന്നില്ല, ഒരു സാലറി എന്നതിൽ ഉപരി എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇവർ രണ്ടുപേരും പോയി കഴിയുമ്പോഴത്തേക്കും എൻഗേജ്ഡ് ആവാൻ എനിക്കൊന്നും ഇല്ല. അപ്പൊ ഞാനൊരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ തന്നെ. എനിക്ക് നാട്ടിലെ കാര്യം, വീട്ടിലായിരുന്നെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒക്കെ കാണില്ല, ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കായല്ലോ, എല്ലാം തന്നെ ചെയ്യണമല്ലോ എന്നുള്ള 100,000 പ്രശ്നങ്ങളും ഇതൊക്കെ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, ഇല്ല, എന്തെങ്കിലുമൊക്കെ വേറെ നോക്കാൻ തുടങ്ങി. ഞാൻ പാർട്ട് ടൈം ആയിട്ട് മോൻ തിരിച്ചെത്തുമ്പോഴേ എനിക്കും എത്താലോ. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊന്നും വർക്ക്ഔട്ട് ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ആഡ് കാണുന്നതും. അത് ഞാൻ കണ്ടെങ്കിലും ഞാൻ അതിൽ ഡിസിഷൻ അപ്പൊ തന്നെ എടുക്കാനൊന്നും നിന്നില്ല. ഞാൻ ഇത് എന്തായിരിക്കും എന്ന് നോക്കാന്ന് പറഞ്ഞു. ഞാൻ ആ പേജ്, അത് ആരുടെ ആഡാണോ കണ്ട, എന്റെ മെന്ററിന്റെ തന്നെയാണെന്നു, അത് ഞാൻ ആ പേജ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിൽ വരുന്ന ഈ ലൈവ്
ഡിസ്കഷൻസ്, അല്ലെങ്കിൽ അതിൽ ഓരോ ദിവസം ഡിസ്കഷൻസ് ബിസിനസിനെ പറ്റിയൊക്കെ ഇടാറുണ്ട്, അല്ലെങ്കിൽ ആള് തന്നെ ലൈവ് ഒക്കെ പോകാറുണ്ടായിരുന്നു. അപ്പൊ അത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഇത് എന്തുകൊണ്ടും ഇത് ലെജിറ്റിമേറ്റ് ആണെന്നൊക്കെ പറയുന്നല്ലോ, ഒന്ന് കയറി നോക്കാം, എന്താണ് സംഭവം എന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴാണ് എന്റെ ഒരു ഓക്കെ, വീട്ടിലിരുന്ന് ഏൺ ചെയ്യുക മാത്രമല്ല ഇതിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ സംഭവം എന്നൊന്ന് കയറി നോക്കാന്ന് പറഞ്ഞ് ഞാൻ ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുന്നു, ഞാൻ കണ്ടുപിടിക്കുന്നു എന്താണ് സംഭവം എന്നുള്ളത്, എല്ലാം മനസ്സിലാക്കുവാണ്. ലെജിറ്റിമേറ്റ് ആണ്, ടാക്സബിൾ ആണ്, സംഭവം ഓട്ടോമേറ്റഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വേണം എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അത് അങ്ങനെയാണ്. കാരണം നമുക്ക് ഫാമിലിയോട് കൂടി ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ മോനിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബിസിനസിന്റെ ഒരു ഇൻപുട്ടാണ് ഇതും, ഒരു ലൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ എന്റെ ഒരു ഓഫീസ് ടൈമിലാണെങ്കിൽ എനിക്കിത് മോനെയും കൊണ്ടുപോയി ചെയ്യാനൊന്നും പറ്റുന്ന ഒരു സംഭവമല്ല. മോനെ കൂടെ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തി, ഇപ്പൊ വെക്കേഷൻ ടൈം അല്ലേ, അപ്പം അങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇതിൽ നമുക്ക് അതൊക്കെ പോസിബിൾ ആണ്. അപ്പൊ എനിക്കിതൊക്കെ മോനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹസ്ബൻഡ് വീട്ടിലുണ്ടെങ്കിലും, വർക്ക് ഫ്രം ഹോം ആണ്, ആള് വീട്ടിലുണ്ടെങ്കിലും ആളുടെ കാര്യം ശ്രദ്ധിക്കാം, എനിക്ക് എന്റെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാം, എന്റെ മോന്റെ കാര്യം ശ്രദ്ധിക്കാം. മൊത്തത്തില് ഇതെനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കയറാം, എന്തായാലും ഇത് ചെയ്യണം, ഇതെനിക്ക് എന്നെ തേടി എത്തിയത് തന്നെയാണ്. എനിക്ക് ആ ഒരു അവസരം ഇപ്പൊ കണ്ണിൽ തന്നപ്പോ ഞാൻ അതിൽ സ്റ്റെപ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും. പക്ഷെ ആ സ്റ്റെപ്പ് എടുക്കാൻ എന്നെ തോന്നിപ്പിച്ചതിന് ഞാനിപ്പോ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഗോഡിനോട്. കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നു, അതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നു. കാരണം എന്റെ കുറെ സ്കിൽസ് എനിക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായില്ല. ഇപ്പോഴാ പക്ഷെ നമ്മള് എനിക്കിങ്ങനെ ലൈവ് ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളത് അറിയായിരുന്നു. എന്നാലും ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ വഴി നമ്മളിങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ട് ആൾക്കാരെല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ എനിക്കൊരു ഫസ്റ്റ് അനുഭവം തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എനിക്കിത് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അതിൽ ഇതൊരു ഹൈ പൊട്ടൻഷ്യൽ ഉള്ളൊരു ബിസിനസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി. ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയാണെന്ന് പറഞ്ഞു. അതിപ്പോ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായി. ഞാനിതിപ്പോ കണ്ടിന്യൂ ചെയ്യാണ്. എന്റെ മെന്റർ, എന്റെ കോച്ച്, എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും എന്റെ കൂടെ ഈ ഡിജിറ്റൽ ജേർണിയിൽ ത്രൂ ഔട്ട് എന്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ വേറൊരു ബിസിനസ് അല്ലെങ്കിൽ വേറൊരു നമ്മളൊരു ജോബോ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ആത്മാർത്ഥതയോടുകൂടെ ഒരാള് ജയിക്കുന്നത് കണ്ട് അതിൽ സന്തോഷിക്കുന്ന 10 പേര് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ, നമ്മളിപ്പോ ഒരാൾ പ്രൊമോഷൻ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് പ്രൊമോഷൻ കിട്ടും, നമുക്ക് എന്താ കിട്ടാത്ത, ഇങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കണം. ഇവിടെ അങ്ങനെയല്ല, ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ആളുടെ കൂടെ നമ്മളും ജയിക്കും, നമുക്കും ഇനി ഉയർന്നു വരികയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യുക തന്നെയാണ്. ലിറ്ററലി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ എന്തുവാ, ഇത്രയൊക്കെ എനിക്കിപ്പോ പറയാൻ ഓർമ്മ വരുന്നുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ മഞ്ജു. താങ്ക് യു മഞ്ജു, താങ്ക് യു. എനിക്കിത് ഓപ്പൺ ആയിട്ട് ഇത്രയും സംസാരിക്കാൻ പറ്റി. മഞ്ജു ഇങ്ങനെ ഒരു അവസരം തന്നതിന് മഞ്ജുനോട് വീണ്ടും താങ്ക്സ്. താങ്ക് യു സോ മച്ച് രേഷു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേഷു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ രേഷുവിനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. നമ്മൾ ഓൺലൈനിൽ കാണുന്നതാണ്. രേഷു പറഞ്ഞതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, രേഷുവിന് വന്ന കുറെ മാറ്റങ്ങൾ, ലൈവൊക്കെ ഈസി ആയിട്ട് വന്നിരുന്നു ചെയ്യുന്നതും. കഴിഞ്ഞ ആഴ്ച എന്റെ കൂടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഓൺലൈനിൽ ലൈവിൽ പോകാനും എല്ലാം ആ ഒരു കഴിവുകളൊക്കെ ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് രേഷുവിന് കിട്ടിയത്. അതൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ബെനിഫിറ്റ്, നമ്മളെ പേഴ്സണലി ഗ്രോ ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ രേഷു പറഞ്ഞത് കറക്റ്റ് ആണ്. മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഞാനും രേഷു പറഞ്ഞ മാതിരി പല മൈൽ സ്റ്റോണും എന്റെ മകളുടെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് അയ്യോ എനിക്ക് മോളുടെ ഇന്ന പരിപാടി ഉണ്ട് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അവർ സമ്മതിക്കും. എല്ലാ പരിപാടിക്കും പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പ്രത്യേകിച്ച് 9 to 5 ജോലി ആയിട്ടിരിക്കുമ്പോൾ നമുക്കതൊന്നും പറ്റൂല. അപ്പൊ ഞാൻ പറയുന്നത് കൊച്ചുമക്കളുള്ള അമ്മമാർക്ക് ഇത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. കൂടെ മക്കളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് രേഷു അഗെയിൻ. ആൻഡ് നൗ ഇനി ഷിൻഡയോട് ചോദിക്കാം. ഷിൻഡയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയും. ഷിൻഡ ഞങ്ങൾക്കറിയാം പുതിയ ആളാണ്, വളരെ പുതിയ ഒരാളാണ്. കാര്യങ്ങളൊക്കെ ആള് ട്രെയിനിങ് സൈറ്റ് ഒക്കെ പഠിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഷിൻഡ ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണവും അതിൽ നിന്ന് കിട്ടിയ ഷിൻഡയുടെ ബെനിഫിറ്റ്സും എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? താങ്ക് യു മഞ്ജു. എന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു മഞ്ജുന്റെ പേജിലേക്ക് എന്നെ ഇന്റർവ്യൂവിന് ലൈവിലേക്ക് വിളിച്ചതിന് താങ്ക് യു. എനിക്കറിയാം മഞ്ജു എന്നെ ഉയർത്തിക്കൊണ്ട് വരാനാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ള ഏറ്റവും വലിയ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഞാൻ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാനൊരു ഫുൾ ടൈം ജോലിയും ചെയ്യുന്നുണ്ട്, ഒരു പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട്.
അപ്പം എനിക്ക് ഹസ്ബൻഡ് 4 കുട്ടികളുമാണ്. കുട്ടികള് മൂത്തയാള് 12 വയസ്സ്, ഇളയാള് 3 വയസ്സ്. അപ്പൊ അറിയാം എന്ത് ബിസിയാണ്. അതിന്റെ ഇടയ്ക്ക് ജോലി. അപ്പം പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാം. ഹസ്ബൻഡും നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ ജോലി രണ്ടുപേരും ഓവർലാപ്പ് ചെയ്ത് വരുന്നു. അത് കുട്ടികളുടെ കാര്യം നോക്കാന്, കുട്ടികളെ ഇപ്പൊ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാന്, കൊണ്ടുവിടാൻ ആളില്ല. അത് അപ്പൊ എന്തേലും ഒരു ജോലിക്ക് 2 ജോലിക്ക് പോകാതെ ഒരെണ്ണത്തെ ഒതുക്കി അത് കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം എങ്ങനെ കണ്ടെത്താം, അങ്ങനെ കുറെ നാളായി ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അന്നേരമാണ് ഇങ്ങനെ ഓൺലൈനിൽ ഒരു ആഡ് കാണാനിടയായത്. അപ്പൊ അത് എന്താണെന്ന് കൂടുതൽ ഞാൻ ആ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി. അപ്പം കൂടുതൽ ലെജിറ്റിമേറ്റ് ആണെന്ന് തോന്നി, പൊട്ടൻഷ്യല്. അപ്പം എന്താ നമുക്ക് പറ്റുന്നതാണോ എന്നെല്ലാം കൂടുതൽ അറിയാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഫ്രീ വെബിനാർ ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യം കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ മെൻറ്ററെ, കോച്ചിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ നിന്നൊക്കെ കൂടുതൽ അറിയാൻ പറ്റി. എന്താണ് ഇത്, എങ്ങനെയുള്ളതാണ്, ലെജിറ്റിമേറ്റ് ആണ് ഇത്, വളരെ ലെജിറ്റിമേറ്റ്. പിന്നെ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ. ഇപ്പൊ ഒരു ദിവസം നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും പിറ്റേ ദിവസം നമുക്ക് അതിൻ്റെ ചെയ്യാം. ഏത് സമയം ഇന്ന സമയത്ത് ഇരുന്ന് ചെയ്യണമെന്നില്ല. എനിക്കിപ്പോ ഓഫ് ഇപ്പൊ 4 ഡേയ്സ് വർക്കാണ്, പിന്നെ 5 ഡേയ്സ് ഓഫ്. ആ 5 ഡേയ്സിൽ ഞാൻ പാർട്ട് ടൈം പോകുമായിരുന്നു. അപ്പൊ അത് എങ്ങനെയാ അതിന്റെ ഇടയ്ക്ക് ചെയ്യാനുള്ള സമയമുള്ളപ്പോ എനിക്ക് ചെയ്താൽ മതി. അതൊക്കെ കണ്ടപ്പോ ആണ് ഞാൻ ഇതിലേക്ക് വരാനിടയായത്. അപ്പം പിന്നെ പ്രധാനമായിട്ട് ഇത് ഞാൻ രജിസ്റ്റേർഡ് നേഴ്സാണ് ഇവിടെ, എൻ്റെ ലൈസൻസ്. അപ്പൊ അതിനെ ബാധിക്കുമെന്ന് ഞാൻ ആദ്യം നോക്കി. ഇത് ലെജിറ്റിമേറ്റ് ആണോ, ടാക്സബിൾ ആണോ. അപ്പൊ അതൊക്കെ എല്ലാം നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം എൻ്റെ മെന്ററും കോച്ചും എല്ലാം സപ്പോർട്ട് തന്നു. എൻ്റെ കോച്ച് ഓൾറെഡി RN ആയിരുന്നു ഇവിടെ. അപ്പം അതിൽ നിന്നുള്ള പുള്ളിയെ എല്ലാ സപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള വരാനുള്ള ബുദ്ധിമുട്ട്, എങ്ങനെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും അതൊരു പോസ്റ്റ് ചെയ്യുവോ എല്ലാം ഇടയ്ക്കിടയ്ക്ക് വല്ല ഫ്രണ്ട്സിനൊക്കെ എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി കയറി നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ലൈവൊക്കെ പിന്നെ പോകാൻ അതിനൊരു ധൈര്യം കിട്ടി. എല്ലാ ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അവരുടെയൊക്കെ സപ്പോർട്ട്, വെബ്സൈറ്റ്, ഇവന്റും ഒക്കെ കാണുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ എന്നെ ഉയർത്തിക്കൊണ്ട് വരാൻ എന്റെ ഓഫ് നോക്കി മഞ്ജു എനിക്ക് വേണ്ടി ലൈവ് എല്ലാം ചെയ്യാൻ തയ്യാറായി. Yeah, thank you so much, Shinda. That's okay. Yeah, go ahead, Shinda. Continue. പിന്നെ ഷിൻഡയ്ക്ക് അപ്പൊ ഇതിന് കിട്ടിയ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും കൂടെ പറയാമോ? ഇതിന് കിട്ടിയ ബെനിഫിറ്റ്, ഞാനിപ്പം കൂടുതൽ ആദ്യമായിട്ട് ഇത് സോഷ്യൽ മീഡിയയില് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെയൊന്നും കൂടുതൽ സംസാരിക്കുന്ന ആളല്ല. അപ്പൊ അത് ഇതുപോലെ ഇരുന്നൊന്ന് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോമും ഇതിനൊരു ധൈര്യം കിട്ടി. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. പിന്നെ ഒരു മൈൻഡ് സെറ്റ്, എല്ലാം ഒന്ന് ഓർഡറായി. ഇന്ന സമയത്ത് ഇത് ചെയ്യാനൊരു സമയം കണ്ടെത്താനും, പിന്നെ ട്രെയിനിങ്, കുട്ടികളുടെ കാര്യം എല്ലാം ഒരു ഓർഡറായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കിട്ടിയല്ലേ ഈ അവസരം കിട്ടി. Yes, that's good thing. Yeah, continue. Yeah, പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബിസിനസ്, അതാണ് ഈ ബിസിനസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ തന്നെ മാറ്റിമറിക്കും. നമുക്ക് പേഴ്സണലി ഒരു പ്രൊഫഷണലി ഒരു ഗ്രോത്ത് കിട്ടുക, നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ തന്നെയായാലും ഷിൻഡ പറഞ്ഞു, ഷിൻഡ 4 മക്കളുണ്ട്. എല്ലാവരെയും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാനായിട്ട് റിയലി ഹാർഡ്. അത് എനിക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റാത്ത ഒരു കാര്യമാണ്. എങ്ങനെ നോക്കുന്ന ബുദ്ധിമുട്ട് നമുക്കേ അറിയുള്ളൂ അല്ലേ? അതെ, എനിക്കും രേഷുവിനും ഒരാളാണ്. ഞങ്ങൾ ഒരാളെ കൊണ്ട് തന്നെ കഷ്ടപ്പെടുമ്പോ ഷിൻഡ 4 പേരെ കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അമേസിങ്. അതുകൂടാതെ ഷിൻഡ 2 ജോലിയെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ബിസിനസ് കൂടെ ചെയ്യുന്നു. യു ആർ അമേസിങ് അറ്റ് ഡൂയിങ് എവറിത്തിങ്. ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു യു ഷിൻഡ. ആ ഒരു എഫേർട്ടിനെ
യെസ്, താങ്ക് യു സോ മച്ച്. മാനേജ് അപ്പൊ ചെയ്ത ടൈം ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഞാനിപ്പോ ഒരു ജോലി ഉപേക്ഷിച്ച് ഒരു ഫുൾ ടൈമിലേക്ക് മാത്രം ഒതുങ്ങി ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത് ഇപ്പൊ. അതെ, അങ്ങനെ അതെ, നമ്മുടെ ഈ ബിസിനസ്സിന് ആകെ ഒരു ദിവസത്തിൽ ഒരു 1-2 മണിക്കൂർ മതി. അപ്പൊ അതെ, അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും ഫുൾ ടൈം ചെയ്യുന്നവർക്കായാലും ചെയ്യാം, അതല്ല വീട്ടിലിരിക്കുന്നവർക്കായാലും മക്കൾ സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു 2 മിനിറ്റിലായിക്കോട്ടെ നമുക്കൊരു ലൈവ് ചെയ്തിടാം. അല്ലെങ്കിൽ അപ്പോഴും ഒരു കാര്യം പറയണം, ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇനി ഞങ്ങളും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരുമായിരിക്കും, അപ്പൊ ഇത് കുറച്ച് പാടല്ലേ, എനിക്കിത് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നവരോട് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫേസ്ലെസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലോ നമ്മൾ എന്തെല്ലാം റീൽസോ അല്ലെങ്കിൽ ഇതിലൊക്കെ കാണും, നമ്മൾ ജസ്റ്റ് ഫേസ്ലെസ് ആയിട്ട് ഓരോന്ന് ചെയ്യുന്നതും ഫേസ് കാണിച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കൂടുതൽ റിലേറ്റ് ചെയ്യുക ഫേസ് കാണിച്ച് ചെയ്യുന്നവരോട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളും നമ്മുടെ ഫേസ് കാണിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ആരും ഫേസ് കാണിക്കുന്നത് അയ്യോ ഇങ്ങനെ ചെയ്യണം എന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. നമുക്കത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനോട് ഒരു ഇഷ്ടം വരും. നമ്മൾ ചെയ്യണം എന്ന് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ അയ്യോ ഇന്ന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്വയമേ ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മുടെ ഈ ബിസിനസിന്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എല്ലാവരും ആ ഒരു സെയിം മൈൻഡിലാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പോസിറ്റീവ് ആണ്. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ഇത് നിർത്തുന്നില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ തോന്നുന്നത്. ഞാൻ എന്തായാലും ഡൗണായ ഡിമ്മായിരിക്കുകയാണെങ്കിൽ ഞാൻ മഞ്ജുവിനോട് പറയും, മഞ്ജുവിന് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ എന്റെ കോച്ച് വിനീതയുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ കാണുമ്പോഴാണ് മുന്നോട്ട് പോകാൻ. പിന്നെ നിങ്ങളുടെയൊക്കെ എനർജി കാണുമ്പോ ഇത് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ഇതുപോലെയൊക്കെ ആകണം എന്നൊരു തോന്നുന്നു ഞാൻ മുന്നോട്ട് പോകുന്നത്. ഡേ ബൈ ഡേ നമ്മൾ ഇൻസ്പയർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരാളെ കണ്ട് നമ്മൾ ഇൻസ്പയർ ആവുകയാണ്. ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പേരുണ്ട് അല്ലേ, എന്തോരം ആൾക്കാരാണുള്ളത്. മലയാളികൾ മാത്രമാണോ, എന്തോരം ആൾക്കാരാ ഉള്ളത്. അപ്പൊ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് എല്ലാവർക്കും ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ ആനിക്ക് ചെയ്യാമെങ്കിൽ, രേഷ്മയ്ക്ക് ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും ഷിൻഡയ്ക്കും ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ 3 പേര് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലേ. അതെ, നമ്മളൊക്കെ ഒരു നമ്മൾ അമ്മയായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. ചിലർ പറയുന്നു നമ്മള് ഇന്ത്യൻ രീതിയിലും പെണ്ണുങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നോ, അത് ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഈ ബിസിനസ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഷിൻഡ പറഞ്ഞത്, ഷിൻഡ ഇപ്പൊ 2 ജോലി ചെയ്തേന്ന് അത് ഒന്നിലേക്ക് ഡൗൺ ആയിട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ബിസിനസ്സിൽ ചെയ്യുന്നത്. ഞാൻ ഈ ബിസിനസ്സിൽ കണ്ടിട്ടുള്ള കുറെ അധികം ആൾക്കാര് 1, 2, 3 ജോലി ചെയ്തുകൊണ്ടിരുന്നവര് അത് ഒരു ജോലി അത് കഴിഞ്ഞിട്ട് അവർ ഈ ബിസിനസ് മാത്രം ചെയ്യുന്നതാണ്. ഈ ബിസിനസ്സിന് ചെയ്യാൻ പറ്റുന്നത് എന്താ, ജോബ് കിറ്റേഴ്സ് ഒത്തിരി പേരുണ്ട്. ജോബ് കിറ്റേഴ്സ് സോ മച്ച്. അപ്പൊ അത് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനും എത്ര തിരക്കാണെങ്കിലും നമുക്ക് കുറച്ച് സമയം ഇട്ടിട്ട് എല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഈവൺ ഇപ്പൊ ഷിൻഡ ആയാലും ഇത്രയും തിരക്കിലിരുന്നിട്ട് ഷിൻഡ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബിസിനസ്സാണ്. സോ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസിനെ പറ്റി കൂടുതൽ അറിയാൻ, ഇത് ഗ്ലോബലി ചെയ്യുന്ന ഒരു ബിസിനസ് കൂടിയാണ്, കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എല്ലാവരുടെയും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഷിൻഡയുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് ആഡ് ചെയ്തില്ല. ഓക്കെ, സോ ഷിൻഡയുടെ വെബ്സൈറ്റ് നമ്മൾക്ക് പിന്നെ പറഞ്ഞോളൂ അല്ലേ. അതെ, ഷിൻഡയുടെ വെബ്സൈറ്റ് www.shindadito.com. ഓക്കെ, സോ ഷിൻഡയുടെ വെബ്സൈറ്റ് ഷിൻഡ പറഞ്ഞു. അത് ഞങ്ങൾ 3 പേര് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൽ ആരുടെ കൂടെയാണ് താല്പര്യം കൂടുതൽ അറിയാൻ, ബിസിനസിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ DM ചെയ്യുക. ഞങ്ങളുടെ എല്ലാവരുടെയും ഫേസ്ബുക്ക് നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പേര് വെച്ച് സെർച്ച് ചെയ്താൽ മതി. സോ that's it for today, and thank you so much everyone, and special thanks to Reshu and Shinda. Okay, thank you everyone. Bye bye. Bye bye. Bye, have a nice day.